ബ്രെഡും മുട്ടയും വെച്ച് ഇതിൽ എളുപ്പത്തിലൊരു ചായക്കട ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്ര സിമ്പിളായിട്ടുള്ളൊരു ചായക്കടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു 4-5 പീസ് ബ്രെഡ്. ഞാനിവിടെ 5 പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആ ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഒരു സ്വീറ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 കോഴിമുട്ടയാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അളവ് അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ മുട്ടയാണെങ്കിൽ 5 മുട്ട വരെ എടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് വേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് ആയിരിക്കും. അത് ചേർത്ത് കൊടുക്കുക. 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചെറിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എല്ലാവരുടെയും ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. പഴയ തവയാണ്. അത് ചൂടാകുമ്പോൾ അതിൻ്റെ മേലെയായിട്ട് ഈ ഒരു സോസ് പാൻ വെക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 40 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ചിലപ്പം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോസ് പാൻ അനുസരിച്ച് ഇത്തിരി വ്യത്യാസം വരാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ചൂടാറുന്ന സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. എന്താ പറയുക, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.